സങ്കീർത്തന ധ്യാനത്തിലേക്ക് ദൈവത്തിരുമനസ്സിൻ്റെ നാമത്തിൽ കടുത്തൊരു നാമത്തിൽ സ്വാഗതം. സർവശക്തനും നിത്യനുമായ ദൈവമേ, ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ച ഞങ്ങളുടെ ദൈവമേ, അങ്ങയുടെ സംഗീതത്തിലും ശക്തിയിലും ഞങ്ങൾ ആശ്രയിക്കുന്നു, വിശ്വസിക്കുന്നു. ഭയവും അരക്ഷിതാവസ്ഥയും നിറഞ്ഞ ഈ ലോകത്ത് അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ട് എന്ന ഉറപ്പോടെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ അണയുന്നു പിതാവേ. ഈ സങ്കീർത്തന ഭാഗത്തെക്കുറിച്ച് ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ അവിടുത്തെ വചനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ആഴത്തിൽ പതിയുവാനും അടിയുറച്ച വിശ്വാസത്തിൽ ഞങ്ങൾ മുന്നേറുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ നാഥ. അവിടുത്തെ ജീവനുള്ള വചനം ഞങ്ങളെ നയിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ വന്ന് നിറയണമേ. പിതാവെ, അടിയങ്ങൾ ശ്രവിക്കുന്നു, അവിടുന്ന് അരുൾ ചെയ്താലും. 71-ാം സങ്കീർത്തനം. വൃദ്ധൻ്റെ പ്രാർത്ഥന. കർത്താവെ, അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു. ഞാൻ ഒരു നാളും ലജ്ജിക്കാനിടയാക്കരുതേ. അങ്ങയുടെ നീതിയിൽ എന്നെ മോചിപ്പിക്കുകയും രക്ഷിക്കുകയും ചെയ്യണമേ. എൻ്റെ യാചന കേട്ട് എന്നെ രക്ഷിക്കണമേ. അങ്ങ് എനിക്ക് അഭയശിലയും ഉറപ്പുള്ള രക്ഷാദുർഗവും ആയിരിക്കണമേ. അങ്ങാണ് എൻ്റെ അഭയശിലയും ദുർഗവും. എൻ്റെ ദൈവമേ, ദുഷ്ടൻ്റെ കയ്യിൽ നിന്ന്, നീതികെട്ട ക്രൂരൻ്റെ പിടിയിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. കർത്താവെ, അങ്ങാണ് എൻ്റെ പ്രത്യാശ. ചെറുപ്പം മുതൽ അങ്ങാണ് എൻ്റെ ആശ്രയം. ജനനം മുതൽ ഞാൻ അങ്ങയെ ആശ്രയിച്ചു. മാതാവിൻ്റെ ഉദരത്തിൽ നിന്ന് അങ്ങാണ് എന്നെ എടുത്തത്. ഞാൻ എപ്പോഴും അങ്ങയെ സ്തുതിക്കുന്നു. ഞാൻ പലർക്കും ഭീതിജനകമായ അടയാളമായിരുന്നു. എന്നാൽ അവിടുന്നാണ് എൻ്റെ സുശക്തമായ സങ്കേതം. എൻ്റെ അധരങ്ങൾ സദാ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങയുടെ മഹത്വം പ്രഘോഷിക്കുന്നു. വാർദ്ധക്യത്തിൽ എന്നെ തള്ളിക്കളയരുതേ. ബലം ക്ഷയിക്കുമ്പോൾ എന്നെ ഉപേക്ഷിക്കരുതേ. എൻ്റെ ശത്രുക്കൾ എന്നെപ്പറ്റി സംസാരിക്കുന്നു. എൻ്റെ ജീവനെ വേട്ടയാടുന്നവർ കൂടിയാലോചിക്കുന്നു. ദൈവം അവനെ പരിത്യജിച്ചിരിക്കുന്നു. പിന്തുടർന്ന് അവനെ പിടികൂടുവീൻ. അവനെ രക്ഷിക്കാൻ ആരുമില്ല എന്ന് അവർ പറയുന്നു. ദൈവമേ, എന്നിൽ നിന്ന് അകന്നിരിക്കരുതേ. എൻ്റെ ദൈവമേ, എന്നെ സഹായിക്കാൻ വേഗം വരണമേ. എന്നെ കുറ്റം പറയുന്നവർ ലജ്ജിക്കുകയും സംഹരിക്കപ്പെടുകയും ചെയ്യട്ടെ. എന്നെ ദ്രോഹിക്കാൻ നോക്കുന്നവരെ നിന്ദനവും ലജ്ജയും മൂടട്ടെ. ഞാൻ എപ്പോഴും പ്രത്യാശയുള്ളവനായിരിക്കും. അങ്ങയെ മേൽക്കുമേൽ പുകഴ്ത്തുകയും ചെയ്യും. എൻ്റെ അധരങ്ങൾ അങ്ങയുടെ നീതിപൂർവവും രക്ഷാകരവുമായ പ്രവൃത്തികൾ പ്രഘോഷിക്കും. അവ എൻ്റെ അറിവിന് അപ്രാപ്യമാണ്. ദൈവമായ കർത്താവിൻ്റെ ശക്തമായ പ്രവൃത്തികളുടെ സാക്ഷ്യമായി ഞാൻ വരും. ഞാൻ അങ്ങയുടെ മാത്രം നീതിയെ പ്രകീർത്തിക്കും. ദൈവമേ, ചെറുപ്പം മുതൽ എന്നെ അങ്ങ് പരിശീലിപ്പിച്ചു. ഞാനിപ്പോഴും അങ്ങയുടെ അത്ഭുത പ്രവൃത്തികൾ പ്രഘോഷിക്കുന്നു. ദൈവമേ, വാർദ്ധക്യവും നരയും ബാധിച്ച എന്നെ പരിത്യജിക്കരുതേ. വരാനിരിക്കുന്ന തലമുറകളോട് അങ്ങയുടെ ശക്തി പ്രഘോഷിക്കാൻ എനിക്ക് ഇടയാക്കണമേ. ദൈവമേ, അങ്ങയുടെ ശക്തിയും നീതിയും ആകാശത്തോളം എത്തുന്നു. ദൈവമേ, വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്ന അങ്ങയ്ക്ക് തുല്യനായി ആരുണ്ട്? ദാരുണമായ ഷഡതകൾ അവിടുന്ന് എനിക്ക് വരുത്തി. എങ്കിലും അവിടുന്ന് എനിക്ക് നവജീവൻ നൽകും. ഭൂമിയുടെ ആഴത്തിൽ നിന്ന് അവിടുന്ന് എന്നെ കരകയറ്റും. അവിടുന്ന് എൻ്റെ മഹത്വം വർദ്ധിപ്പിക്കുകയും എന്നെ വീണ്ടും ആശ്വസിപ്പിക്കുകയും ചെയ്യും. എൻ്റെ ദൈവമേ, അങ്ങയുടെ വിശ്വസ്തത നിമിത്തം ഞാൻ അങ്ങയെ വീണ വായിച്ച് പുകഴ്ത്തും. ഇസ്രായേലിൻ്റെ പരിശുദ്ധനായവനെ കിന്നരം മീട്ടി ഞാൻ അങ്ങയെ സ്തുതിക്കും. ഞാൻ അങ്ങയെ പ്രകീർത്തിക്കുമ്പോൾ എൻ്റെ അധരങ്ങളും അങ്ങ് രക്ഷിച്ച എൻ്റെ ആത്മാവും ആനന്ദം കൊണ്ട് ആർത്ത് വിളിക്കും. എൻ്റെ നാവ് അങ്ങയുടെ നീതിപൂർവകമായ സഹായത്തെ നിരന്തരം പ്രഘോഷിക്കും. എന്നെ ദ്രോഹിക്കുന്നവർ ലജ്ജിതരും അപമാനിതരും ആയി തീർന്നു. ഈശോ മിശിഹായിൽ സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മുടെ ധ്യാന വിഷയം ബൈബിളിലെ 71-ാം സങ്കീർത്തന ഭാഗമാണ്. ജീവിതത്തിൽ, പ്രത്യേകിച്ച് വാർദ്ധക്യത്തിലും കഷ്ടപ്പാടുകളിലും ദൈവത്തിൽ അഭയം തേടുന്ന ഒരു ആത്മാവിൻ്റെ ആഴമേറിയ പ്രാർത്ഥനയാണ് 71-ാം സങ്കീർത്തന ഭാഗം. സങ്കീർത്തകൻ തൻ്റെ ചെറുപ്പകാലം മുതൽ ദൈവത്തിൽ ആശ്രയിക്കുന്നു. കർത്താവെ, ഞാൻ അങ്ങയിൽ അഭയം തേടുന്നു. എന്നെ ഒരിക്കലും ലജ്ജിതനാക്കരുതേ. സങ്കീർത്തനം 71:1. ഇത് ഒരു നിസ്സഹായൻ്റെ നിലവിളിയല്ല. പ്രത്യുത ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും ദൈവത്തിൻ്റെ വിശ്വസ്തത അനുഭവിച്ചറിഞ്ഞ ഒരു വിശ്വാസിയുടെ ഉറപ്പാണ്. ബാല്യം മുതൽ എൻ്റെ പ്രത്യാശയും ആശ്രയവും നീ ആയിരുന്നല്ലോ. ഈ ആത്മാവ് ദൈവത്തെ തൻ്റെ രക്ഷയുടെ പാറയും ശക്തിയും കോട്ടയുമായി കാണുന്നു. പ്രതിസന്ധികൾ വരുമ്പോൾ ഭയപ്പെട്ട് പിന്തിരിയാതെ വിശ്വാസത്തോടും ധൈര്യത്തോടും കൂടി ദൈവത്തിലേക്ക്, പിതാവായ ദൈവത്തിൻ്റെ പക്കലേക്ക് ഓടിച്ചെല്ലാൻ ഈ സങ്കീർത്തന ഭാഗം നമ്മെ ക്ഷണിക്കുന്നു, ഓർമ്മിപ്പിക്കുന്നു. ജീവിതത്തിൻ്റെ പല പ്രയാസഘട്ടങ്ങളിലും സങ്കീർത്തകനെ പലരും അവഹേളിച്ചതായി ഇതിന് മുൻപുള്ള ഭാഗങ്ങളിലും നാം വായിച്ചറിഞ്ഞു.
ശത്രുക്കൾ ഉപദ്രവിക്കാൻ ശ്രമിക്കുമ്പോൾ ദൈവം അവനെ ഉപേക്ഷിച്ചു എന്ന് അവർ പറഞ്ഞു. എന്നാൽ സങ്കീർത്തകൻ തളരാതെ ദൈവത്തിൽ ആശ്രയിച്ചു. എന്നാൽ ഞാൻ നിരന്തരം പ്രത്യാശയോടെ നിന്നിൽ കൂടുതൽ കൂടുതൽ പ്രത്യാശ വയ്ക്കും, നിന്നെ പ്രശംസിക്കും. 71:14. ദൈവം തനിക്ക് നൽകിയ സംരക്ഷണം നിരന്തരം പ്രഘോഷിക്കുമെന്നും ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ചും രക്ഷയെക്കുറിച്ചും പാടുമെന്നും സങ്കീർത്തകൻ പറയുന്നു. എൻ്റെ വായ് ഞാൻ തുറന്ന് നിൻ്റെ നീതിയും രക്ഷയും ദിവസം മുഴുവൻ പ്രഘോഷിക്കും. ചെറുപ്പകാലം മുതൽ ദൈവം തന്നെ പഠിപ്പിച്ച അത്ഭുത കൃത്യങ്ങളെക്കുറിച്ച് വരും തലമുറകളോട്, അതായത് നമ്മളോട് പറയുമെന്ന് അവൻ വാഗ്ദാനം ചെയ്യുന്നു. ഈ സങ്കീർത്തനം വാർദ്ധക്യത്തിലായ ഒരു വിശ്വാസിയുടെ വെറും പ്രാർത്ഥനയല്ല, എല്ലാ തലമുറകളോടും ദൈവത്തിൻ്റെ വിശ്വസ്തത പങ്കുവയ്ക്കാനുള്ള ഒരു മനോഹരമായ ആഹ്വാനം കൂടിയാണ്. സഹോദരങ്ങളെ, അനേകം കഷ്ടപ്പാടുകളും ദുരിതങ്ങളും കണ്ട സങ്കീർത്തകൻ ദൈവം തന്നെ വീണ്ടും ജീവിപ്പിക്കുമെന്നും ഭൂമിയുടെ ആഴങ്ങളിൽ നിന്ന് വീണ്ടും ഉയർത്തുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. 71:20 അനേകം ദുരിതങ്ങൾ കാണിച്ച് നീ എന്നെ വീണ്ടും ജീവിപ്പിക്കും, ഭൂമിയുടെ ആഴങ്ങളിൽ നിന്ന് എന്നെ വീണ്ടും ഉയർത്തും എന്ന് നാം വായിക്കുന്നു. ദൈവജനമേ, ഈ വചനങ്ങൾ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും നമ്മെ ശക്തിപ്പെടുത്തുന്ന വാക്യങ്ങളാണ്. നമുക്കത് വീണ്ടും വീണ്ടും മനസ്സിൽ ഉരുവിടാവുന്ന നല്ല വചനമാണ്, ശക്തിയുള്ള വചനമാണ്. ദൈവം മനുഷ്യരുടെ ഇടയിൽ നമ്മുടെ ബഹുമാനം വർദ്ധിപ്പിക്കുകയും ഡിഗ്നിറ്റി വീണ്ടും നമ്മെ ആശ്വസിപ്പിക്കുകയും ചെയ്യും, ഒരു സംശയവും വേണ്ട. സങ്കീർത്തനം 71:24 നാം വായിക്കുന്നു, എൻ്റെ നാവും നിൻ്റെ നീതിയെക്കുറിച്ച് ദിവസം മുഴുവൻ പാടും. ഇത് സങ്കീർത്തകൻ ആനന്ദത്തോടെ പ്രഖ്യാപിക്കുന്നു. ശത്രുക്കൾ അപമാനിക്കപ്പെട്ടപ്പോൾ ദാവീദ് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രതിസന്ധികളിൽ പോലും പ്രത്യാശ നിലനിർത്താനുള്ള ഒരു വിശ്വാസിയുടെ ആത്മധൈര്യമാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഈ സങ്കീർത്തനത്തിലെ പ്രാർത്ഥനകൾ പ്രത്യേകിച്ച് കഷ്ടപ്പാടുകളുടെയും മരണത്തിൻ്റെയും ആഴങ്ങളിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാനുള്ള പ്രതീക്ഷ പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ പൂർണ്ണമായി പൂവണിയുന്നു. സങ്കീർത്തകൻ തൻ്റെ ശത്രുക്കളാൽ പരിഹസിക്കപ്പെടുകയും ഒറ്റപ്പെടുകയും ചെയ്തതുപോലെ യേശുവും തൻ്റെ കുരിശുമരണ സമയത്ത് അപമാനിക്കപ്പെട്ടു. മത്തായി 27:43 ദൈവം അവനെ ഉപേക്ഷിച്ചു എന്ന് അവർ പറഞ്ഞു. എന്നാൽ യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്, സഹോദരങ്ങളെ, ഈ സങ്കീർത്തന ഭാഗത്തിൻ്റെ ആത്യന്തിക പൂർത്തീകരണമായിരുന്നു. നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്ത് മരിച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ഭൂമിയുടെ ആഴങ്ങളിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുമെന്ന സങ്കീർത്തകൻ്റെ പ്രത്യാശയെ യാഥാർത്ഥ്യമാക്കി. അതിനാൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകൾക്കു ശേഷം പുതിയ ജീവിതവും നിത്യമായ രക്ഷയും ലഭിക്കുമെന്ന ഉറപ്പ് സങ്കീർത്തനം നൽകുന്നു. ദാവീദിനെ പോലെ പൂർണ്ണമായി നമുക്ക് അതിൽ വിശ്വസിക്കാം. സങ്കീർത്തനത്തിൽ നിന്ന് ഇന്ന് ലഭിച്ച പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രാവർത്തികമാക്കാം. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനായി കാത്തിരിക്കുന്ന ഈ അന്ത്യകാല വേളയിൽ ഈ സങ്കീർത്തന ഭാഗം നമ്മെ പഠിപ്പിക്കുന്നത് പോലെ ദൈവത്തിൽ നിരന്തരമായ പ്രത്യാശ വയ്ക്കാം. നമ്മൾ പാപികളാണ്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും തെറ്റുകൾ സംഭവിക്കുന്നു. എന്നാൽ പാപത്തെക്കുറിച്ച് നിരാശപ്പെടാതെ ആത്മാർത്ഥമായി അനുതപിക്കുകയും ആത്മപരിശോധന നടത്തുകയും ചെയ്യണം. നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കർത്താവിലേക്ക് തിരികെ എത്തണം. കാരണം നമ്മെ കൈവിടാത്ത വിശ്വസ്തനായ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. പ്രിയ സഹോദരി സഹോദരന്മാരെ, കാലം അന്ത്യത്തോടടുക്കുന്നു. കാലത്തിൻ്റെ അടയാളങ്ങൾ സുവ്യക്തമാണ്. അത് കണ്ടില്ലെന്ന് നമുക്ക് നടിക്കാം, എങ്കിലും നടക്കാനുള്ളത് വഴിയിൽ തങ്ങില്ല. കർത്താവിനെ സ്വീകരിക്കാൻ നമുക്ക് ഒരുങ്ങാം. ചെറുപ്പകാലം മുതൽ നമ്മെ സംരക്ഷിച്ച, വാർദ്ധക്യത്തിലും നമ്മെ ഒട്ടും കൈവിടാത്ത ദൈവത്തിൽ വിശ്വസിക്കാം. ഈ വിശ്വാസം നമ്മെ നിത്യമായ രക്ഷയിലേക്ക് നയിക്കും, തീർച്ച. ദൈവത്തിൻ്റെ മഹത്വത്തെയും സ്നേഹത്തെയും പ്രഘോഷിക്കാൻ നമ്മുടെ നാവ്, അധരങ്ങൾ ഉപയോഗിക്കാം. ഭയപ്പെടേണ്ട, അവിടുന്ന് നമ്മെ ശക്തിപ്പെടുത്തും. നമ്മുടെ കർത്താവിനെ സ്വീകരിക്കാൻ നമുക്ക് നന്നായി ഒരുങ്ങാം. കർത്താവെ, ഇന്ന് ഞങ്ങൾക്കായി ഒരുക്കിയ വചനത്തിനും അതിലൂടെ ലഭിച്ച ആഴത്തിലുള്ള ബോധ്യത്തിനും ഹൃദയപൂർവ്വം അടിയങ്ങൾ നന്ദി പറയുന്നു. ഈ ധ്യാന സമയത്തിനായി കർത്താവെ, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുകയും ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവെ, പരിശുദ്ധാത്മദാനങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണമേ.
ദൈവവചനമനുസരിച്ച് വിശുദ്ധവും കർത്താവിന് പ്രീതികരവുമായ ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്ക് ശക്തിയും ധൈര്യവും നൽകണമേ. ഈ ജീവിതം നൽകിയതിനും സംരക്ഷണത്തിനും ഞങ്ങളുടെ കുടുംബത്തിനും എല്ലാ അനുഗ്രഹങ്ങൾക്കും അടിയങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകൾ ശ്രവിച്ച് യാചനകൾക്ക് കരുണാപൂർവ്വം ഉത്തരമരുളണമേ. കർത്താവെ, അങ്ങയുടെ മഹിമയുള്ള രണ്ടാം വരവിനായി കാത്തിരിക്കുന്ന ഈ സമയത്ത് ഞങ്ങളുടെ ശരീരവും മനസ്സും ആത്മാവും അങ്ങയുടെ പരിശുദ്ധമായ ഇഷ്ടത്തിന് അനുസരിച്ച് ആയിത്തീരുവാൻ ഞങ്ങളെ ഒരുക്കണമേ. ഞങ്ങളെയും ഞങ്ങളുടെ ചുറ്റുമുള്ളവരെയും അങ്ങയുടെ കൃപയാൽ നിറച്ച് അങ്ങയുടെ സ്നേഹത്തിൻ്റെയും നീതിയുടെയും സാക്ഷികളായി അടിയങ്ങളെ മാറ്റണമേ. യേശുവിൻ്റെ മഹത്വപൂർണ്ണ നാമത്തിൽ പിതാവേ, ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. സഹോദരങ്ങളെ, ക്രിസ്തുവിനെ ഇനിയും അറിയാത്ത ഒരാൾക്കെങ്കിലും ഈ വചനധ്യാനം പങ്കുവയ്ക്കുമല്ലോ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.